അല്ല, ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡ് ഉണ്ടെന്നുള്ള സത്യമാണ്. കാരണം ഇതൊരു പക്ഷേ എന്താ പറയുക, അവരേറെ കാലമായി 10 വർഷക്കാലമായി അനുഭവിച്ചിരുന്ന ഒരു പ്രയാസത്തിനൊരു മോചനമാണ്. ഇതൊരു നെൽസൺ മണ്ടേല മൊമെൻ്റാണ് കേരളത്തിന്. കാരണം 10 വർഷക്കാലമായി അനുഭവിച്ചിരുന്ന ഒരു അപ്പാർത്തിയിൽ നിന്നൊരു മോചനമാണ് കേരളത്തിലെ ജനതയ്ക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ആവേശത്തോടെ കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. 14 ജില്ലയിൽ നിന്ന് ഒരാൾ ഇൻവിറ്റേഷൻ കൊടുത്ത് വന്ന ആളുകളല്ല. ഇതിലും എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങോട്ട് കയറാൻ കഴിയാതെ പുറത്തുണ്ട്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇപ്പം ഞങ്ങളുടെ മണ്ഡലത്തൊക്കെ വന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാതെ വിളിക്കുന്ന സമയത്ത് നമുക്ക് വിഷമവും പ്രയാസമുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സന്തോഷവും അവരുടെയൊക്കെ ഒരു ആവേശവും കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ബോധ്യം തന്നെ ആവട്ടെ UDF സർക്കാരിനെ നയിക്കുന്നത് എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ വലിയ ആവേശം ഉണ്ട് ആളുകൾക്കിടയിൽ കൂടി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള നേതാക്കളുണ്ട്, PK ശശി അടക്കമുള്ള നേതാക്കളെയൊക്കെ നമുക്കിത് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അക്ഷമയോടെ കാത്തിരിക്കുന്നത് ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങാൻ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ആ ചടങ്ങിലേക്കൊക്കെ കടക്കും. അപ്പോൾ നേതാക്കൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഭയങ്കരമായുള്ള ഒരു ആവേശം കൂടി ഇങ്ങനെ അണ്ണ പൊട്ടി ഒഴുകുന്നത് കാണുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല സർ, എങ്ങനെയുണ്ട് ഒരു നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാൻ പറ്റുമോ ഈ സിറ്റുവേഷനെ? ഒരിക്കലും ഇല്ല, എക്സ്പെക്റ്റഡ് ആണല്ലോ. 100-ലധികം സീറ്റ് നേടി ജയിക്കുമെന്ന് പറഞ്ഞു, ജയിച്ചു. അതിൻ്റെ ആഹ്ലാദം യഥാർത്ഥത്തിൽ അതിൻ്റെ പീക്ക് പോയിന്റിലെത്തുന്നത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. അപ്പോൾ കേരളം ഒഴുകിയെത്തുകയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക്. ഏറെ സന്തോഷം, കാത്തിരുന്ന നിമിഷം. തീർച്ചയായിട്ടും സാർ, എങ്ങനെയുണ്ട്? വളരെ ആഹ്ലാദമാണ്. കാരണം 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന ഒരു പ്രസ്ഥാനം ചരിത്ര വിജയം നേടി വരുന്ന ആഹ്ലാദത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 63 സീറ്റുകളാണ്. 63 സീറ്റുകളുമായി ഏറ്റവും വലിയ ചരിത്ര വിജയം നേടുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകരിലും ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്ന ആവേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ ഒരു അണ്ണ പൊട്ടി ഒഴുകിയ ആവേശം കൂടെ കാണാനുണ്ട്. കാരണം ഈ സ്റ്റേഡിയത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ വേദിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഒരു കനത്ത ചൂട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതികൂലമായ ഘടകങ്ങളുണ്ട്. ആളുകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിരുന്ന ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും അല്ല, ഇവിടെ വന്ന് നേരിട്ട് അവരുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണണമെന്നുള്ള ഒരു ആവേശവും ആ ഒരു നിശ്ചയദാർഢ്യം കൂടിയാണ് ഇത്രയും ആളുകളെ ഇങ്ങോട്ട് ഒഴുകി എത്തിയിരിക്കാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് ഒരുപാട് നേതാക്കളുണ്ട്, അവരിലേക്കൊക്കെ എത്തണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ക്രൗഡിനെ മറികടന്ന് അങ്ങോട്ട് എത്തുക എന്നുള്ളത് വളരെ ദുർഘടമായ ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നിരവധി ആളുകളെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ശ്രീമതി KK രമ കൂടെ ഇവിടെ എത്തുന്നുണ്ട്. മാം, നല്ല തിരക്കാണ്, സോറി. പക്ഷേ ഈ ഒരു അവസരത്തിൽ ചോദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്, എന്താ തോന്നുന്നു ഈ ഒരു ക്രൗഡിനെ കാണുമ്പോൾ? ഭയങ്കര സന്തോഷം. കാരണം ഈ ഒരു 10 വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു വികാരമാണിത്. ഒരു ജനകീയ ഭരണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജനം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെ ആവേശം. വരുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ജനം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇപ്പോഴും വരാൻ പറ്റാത്ത ആളുകളാണ് പല ഭാഗത്തുമുള്ളത്. എല്ലാവരും ആ ഒരു കൗതുകത്തിലാണുള്ളത്. തീർച്ചയായിട്ടും